ദ ബ്ലെസ്സഡ്. ഭാഗ്യവാൻ ആരാണ്? ബിയാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, സെർമൺ ഓൺ ദ മൗണ്ടിനെ കുറിച്ച് തന്നെയാണ് ഈ ദിവസങ്ങളിൽ എടുക്കുന്നത്. നോയമ്പ് കാലത്തിന് പറ്റിയ വചനങ്ങളായതുകൊണ്ട് വളരെ ആഴത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്, യേശുക്രിസ്തു ഭൂമിയിൽ സ്വർഗരാജ്യം പണയാൻ കടന്നു വന്ന ദൈവരാജ്യത്തിൻ്റെ ഉടമസ്ഥൻ. യേശുക്രിസ്തു തൃത്വത്തിൽ ഒരാളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. ഹൂ ഗോഡ് ഈസ്, അതായത് ക്രിസ്തു ആരെയെന്നും അവനാണ് ദൈവപുത്രനെന്നും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിയുമ്പം അപ്പം തന്നെ നമ്മുടെ ഗോവേണി ശരിയാവും. ഈ ഗോവേണി ഒത്തിരി വചനം അറിയുന്നതുകൊണ്ടോ ഒത്തിരി നേരം പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നും അല്ല ഗോവേണി ശരിയാകുന്നു. ഗോവേണി ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ട്, കാരണം അതിനറിയാൻ വയ്യാത്ത ആരുമില്ല. നമ്മൾ എത്രമാത്രം പ്രസംഗങ്ങൾ യൂട്യൂബിൽ. പക്ഷേ ഈ ഗോവേണി പിടിക്കുന്ന രീതി, ഗോവേണി നമ്മുടെ തലയിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ തല തിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളൊക്കെ അടിച്ച് താഴ്ത്തി ഇടുകയാണ് എന്ന്. അതായത് ഞാൻ അവരെക്കാട്ടി നല്ലത് എന്നുള്ള ബോധമാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഗുണമില്ല. ഈ ഗോവേണി നേരെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിലത്തെ സ്റ്റെപ്പ് ഭൂമിയിൽ ഉറപ്പിക്കണം. ആ ഗോവേണി ഉറപ്പിച്ച് കഴിഞ്ഞെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫൗണ്ടേഷൻ, ക്രിസ്തു ആരെ എന്ന്. അതുകൊണ്ടാണ് 10 കൽപ്പനകൾ നീ അറിഞ്ഞിരിക്കണം. കൽപ്പനകൾ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നതെന്ന് യേശു പറയുന്നുണ്ട്. ബിയാറ്റിറ്റ്യൂഡിൽ തന്നെ പറയുന്നുണ്ട്. ഒരു 10 കൽപ്പനകളും പഴയ നിയമത്തിലെ നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്, അത് സ്ഥിരീകരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ദി അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ്. 10 കൽപ്പനകൾ ദൈവം തന്നിരിക്കുന്ന ആദ്യത്തെ 3 ദൈവവുമായിട്ടും ദൈവത്തെക്കുറിച്ച്, പിന്നെ മനുഷ്യനും ദൈവമായിട്ട്, പിന്നെ സമൂഹമായിട്ടുള്ളത്. അത് തന്നെയാണ് ബിയാറ്റിറ്റ്യൂഡിലും ദൈവത്തിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ആദ്യത്തെ 4 ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അങ്ങനെ പിന്നെ മനുഷ്യരുമായിട്ടുള്ള 4, 8 ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ ദൈവത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്വർഗരാജ്യം പണിയാൻ ദൈവം ആഗ്രഹിക്കുന്ന മക്കളെയെങ്കിൽ നമ്മളിൽ ഈ ആത്മീയ ദാരിദ്ര്യം ഉണ്ടാകണം. അതായത് എന്നാൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഈ പരീക്ഷൻ്റെ കൂട്ട് വന്ന് നിന്നാൽ ഒന്നും നേടാൻ പോകത്തില്ല. പക്ഷേ ടാക്സ് കളക്ടറിൻ്റെ കൂട്ട്, അതായത് ചുങ്കക്കാരനെ പോലെ, പൈസ കുറവൊന്നുമില്ല അദ്ദേഹത്തിന്, പക്ഷേ ചുങ്കക്കാരനെ പോലെ വന്ന് നിന്ന് ദൈവമേ എനിക്കൊന്നുമില്ല ആദ്യം സ്റ്റാർട്ട്. അപ്പം ഫൗണ്ടേഷൻ സ്റ്റോണാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് എൻ്റേത് ശരിയാണ്. ഈ സെയിൻറ്റ് അഗസ്റ്റിൻ 354 to 450 AD വിശുദ്ധനാണ്. അദ്ദേഹമാണ് ഇതിനെ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഗലീലയുടെ നദിയുടെ ഫേസ് ചെയ്യുന്ന മലഞ്ചരിവിലിരുന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. 10 കൽപ്പനയ്ക്ക് മോശയ്ക്ക് കൊടുക്കുമ്പം ദൈവം തമ്പുരാൻ മോശയെ സീനായ് മലയുടെ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇവിടെ യേശു ഒരു മലയുടെ പേര് പറയുന്നത്, ഒരു മലയുടെ ചിലപ്പോൾ റോളിംഗ് ഹിൽസ് ആയിരിക്കണം, ആംഫി തിയേറ്ററിൻ്റെ ഇഫക്റ്റ് ആയിരിക്കണം. അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇരിക്കുന്ന ഒരു ആണെങ്കിൽ നമ്മൾ മുകളിൽ പറയുന്നത്, അന്ന് മൈക്കില്ല, അപ്പോൾ നമ്മൾ മുകളിൽ പറയുന്നത് വ്യക്തമായിട്ടും താഴെയുള്ളവർക്ക് കേൾക്കാം. സൃഷ്ടിച്ച ദൈവത്തിനറിയാം എങ്ങനെയാണ് എല്ലാവരും കേൾക്കേണ്ടതെന്ന്. അപ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കണം യേശു ക്രിസ്തു പറയുമ്പോഴേ അവിടെ ഉണ്ടായിരുന്നു. കാരണം പീപ്പിൾ ആർ തേഴ്സ്റ്റി. പീപ്പിൾ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരാണ്. ഒരു കൂട്ടർ യേശുവിൻ്റെ പുറകെ വരുന്നുണ്ട്. ഈ 12 ശിഷ്യന്മാരും യേശു ഇരിക്കുന്ന കണ്ടപ്പോൾ അവരും ഇരിക്കുകയാണ്. ബിക്കോസ് ദേ ഓൾസോ വാണ്ട് ടു ലേൺ. ദിസ് ഈസ് എ ന്യൂ തിങ്. ഇന്ന് വരെയും ലോകം ചെയ്ത പ്രിൻസിപ്പിൾസിലല്ല. അതായത് ഒരാൾ അടിക്കുകയാണ് മറ്റവനെ തിരിച്ചടിക്കും, ഒരാൾ കൊന്നാൽ അവനെ കൊല്ലും, പിന്നെ വസ്തു നമ്മുടേത് അപ്പുറത്തുണ്ടെങ്കിൽ അവൻ്റെ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അവരുടേത് എടുക്കും. അതിനകത്തൊന്നും വല്ലവൻ്റെ സാധനമാണെന്നും നമുക്ക് ചിന്തയില്ല. അപ്പം ഈ ചങ്കൂറ്റുള്ളവൻ അല്ലെങ്കിൽ ബലമുള്ളവൻ ഭരിക്കുന്ന ഒരു കാലത്തിൽ, മനുഷ്യന് അടിമത്വം കൊണ്ട് നടന്ന ഒരു കാലത്തിൽ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത ഒരു കാലത്ത് യേശുക്രിസ്തു വന്നിട്ട് പുതിയതായിട്ടൊരു നിയമങ്ങൾ പറഞ്ഞു തരികയാണ്. അത് നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നില്ല. It is in a society where it is not approved at all for the poor people to have anything to do with God or prosperity. ദൈവത്തെ തന്നെയല്ല, നിനക്ക് സുഖമെന്ന് പറഞ്ഞൊരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ ജാതികളുടെ സിസ്റ്റം തന്നെ നോക്കുകയാണെങ്കിൽ ദ ഹയർ ക്ലാസ്, ലോവർ ക്ലാസ് എങ്ങനെ വിചാരിച്ചാലും എന്തെല്ലാം ആനുകൂല്യം കൊടുത്താലും അവരുടെ ആ കാഴ്ചപ്പാട് ഒരിക്കലും അടിമത്വത്തിൽ നിന്ന് മാറുന്നില്ല. അതുതന്നെയാണ് ഇസ്രായേൽ ജനത മിസ്രൈമിൽ പോയി 450 വർഷത്തോളം ഫറവോൻ അടിമയായിട്ട് നിന്നപ്പോൾ ദൈവജനതയാണെന്ന് മറന്നുപോകുകയാണ്.
ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി ആർ. നമ്മളും അങ്ങനെ തന്നെയാണ്. ആരാണ് ഞാനെന്ന് പിന്നെ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടി മോശ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ 40 ദിവസം സീനായ് മലയുടെ മുകളിൽ കൊണ്ടുപോയിരുത്തി പഠിപ്പിച്ച് ദൈവം ആരെയെന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്നും ആദ്യത്തെ 3 നീ എന്നെ അറിഞ്ഞിരിക്കണം അത് മാറി. ഈ ഫസ്റ്റ് കൽപ്പന ഞാൻ യഹോവയാവുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ എന്നെ സ്തുതിക്കണം, എന്നെ സ്നേഹിക്കണം. ഈ ഒരു പോയിൻ്റ് മാറിയാൽ എല്ലാം തെറ്റിയാണ്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ പിള്ളേർ പോയി തോക്കെടുത്ത് വെടിവെക്കുന്നത്. ടീച്ചേഴ്സിനെ ബഹുമാനമില്ല. പ്രായം ചെന്നവരെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ആദരവ് കൊടുക്കുന്നില്ല. ഇതൊക്കെ ബിക്കോസ് ദ ഇറോഷൻ സ്റ്റാർട്ടഡ് ഫ്രം ദി ചേഞ്ചിങ് ദ 10 commandments itself. ഇപ്പോൾ അമേരിക്കയിൽ സുപ്രീം കോടതിയിലൊക്കെ 10 കൽപ്പന വെച്ചിരുന്നു, അതെടുത്ത് മാറ്റി. എന്ത് നാശത്തിലേക്ക് പോവുകയാണ്. സ്ത്രീ ഏതേ പുരുഷൻ എന്നറിയാൻ വയ്യാത്ത കാലം, മക്കളെ ഗവൺമെൻറ് വളർത്തേണ്ട കാലം, മക്കൾ മിക്കവരും അനാഥ അവസ്ഥയിൽ കഴിയുന്നു. പണം കാണും, അപ്പനും അമ്മയും ജോലിക്ക് പോകും, പിന്നെ വീട്ടിൽ വരുമ്പോൾ മക്കൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. പണമുണ്ടല്ലോ ഒരു കൂട്ടർക്ക് പണമില്ല. സ്ട്രീറ്റിൽ താമസിക്കുന്നവർ നമ്മുടെ നാട്ടിലും പുറത്തും ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇതെല്ലാം എല്ലായിടത്തും ഉള്ളതാണെങ്കിൽ ക്രിസ്തു വന്നേച്ചൊരു പുതിയ നിയമം പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർ. അപ്പോൾ ഈ ഒരു സ്വർഗരാജ്യം എന്ന് പറയുന്നത് അനുഗ്രഹമാണെന്നും അത് നല്ലതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാഗ്യവാന്മാർ എന്നുള്ളത് 8 പ്രാവശ്യം പറയുമ്പോൾ നീ എങ്ങനെയുള്ളവർക്കാണ് ഭാഗ്യം കൊടുക്കുന്നത്? അന്ന് വരെ ഉണ്ടായിരുന്ന സമുദായത്തിലെ ആ ഒരു സമ്പ്രദായത്തിന് വിപരീതമായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡെന്ന് ചുമ്മാതല്ല അഗസ്റ്റിൻ വിളിച്ചു പറഞ്ഞത്. ദിസ് ഈസ് കോൾഡ് ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്. The first part is called the beautiful attitude, for they show us the character of the true believer in Christ. ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഇച്ചിരി സമയമെടുത്ത് തന്നെ ഇത് എടുക്കുന്നത് ബിക്കോസ് പരിശുദ്ധാത്മ അങ്ങനെ പറയിപ്പിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം കൊച്ചിലുമായിട്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. പക്ഷെ ഒരിക്കലും ഇത്രയും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നോ അല്ലെ ഇതാണ് ഇതിൻ്റെ മർമ്മമെന്നോ ഒരിക്കലും ചിന്തിക്കാനുള്ള ഒരു കൃപ കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വായിക്കുമ്പോൾ ഇതിനകത്ത് ഈ സമ്പത്തെല്ലാം എഴുതി വെച്ചിട്ട് ഒരു ചെറിയ ബൈബിളായിട്ട്, കാരണം 5, 6, 7 അധ്യായം മാത്രം വായിച്ചാൽ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എങ്ങനെ ദൈവത്തെ അറിയണം എന്നുള്ളത് വ്യക്തമായിട്ടും എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇത്ര കംപ്രൈസ്ഡായിട്ട് കൺസൈസായിട്ട് ഇത്ര ചുരുക്കത്തിൽ നമുക്ക് ജീവിക്കേണ്ട മാർഗം മുഴുവൻ പറഞ്ഞിട്ട് മനുഷ്യൻ ജീവനില്ലാത്തവരെ പോലെ ഇരുട്ടിൽ കൊലപാതകവും കള്ളത്തരവും ദുഷ്ടതയും വ്യഭിചാരവും മ്ലേച്ഛതയും ചെയ്ത് ജീവിക്കുന്ന ഒരു ലോകത്തിൽ ഇതല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം? ആര് പറയും? ആർക്കും വേദപുസ്തകം തുറന്ന് വായിക്കാൻ നോക്കുമ്പോഴേ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ദ ഫസ്റ്റ് തിങ് ഈസ് ഇതെല്ലാവർക്കും എനിക്കറിയാവുന്ന വിശ്വാസികൾക്ക് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ചെറിയ പ്രേ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടത് നിങ്ങളുടെ ആളുടെയും പ്രസംഗം കൊണ്ടൊന്നും അല്ല. ഞാൻ വഴി കൂടെ വിഷമിച്ച് നടന്നപ്പം ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന ചില വാക്യങ്ങളാണ് എന്നെ തൊട്ടതെന്ന്. ഹൃദയത്തിൽ തൊടുന്നു. കാരണം നമ്മുടെ ഹൃദയത്തെ വായിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന ആത്മാവിൽ ദരിദ്രരാണോ നീ ഭാഗ്യവാന്മാരാണ്, കാരണം സ്വർഗരാജ്യം. അതിൽ ഒരു പ്രിൻസിപ്പിൾ എടുക്കാം. ഒരു പ്രിൻസിപ്പിൾ കർത്താവ് പറഞ്ഞു, എത്ര പ്രാവശ്യം നീ ക്ഷമിക്കണം മറ്റുള്ളവർ, എത്ര പ്രാവശ്യം നീ ക്ഷമിക്കണം. അതൊരു ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 18:25. എത്ര പ്രാവശ്യം നീ ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ദേഷ്യക്കാരാണ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ എന്തിന് ഈ കൊച്ചു പിള്ളേർക്കൊരു ഫോൺ എടുത്ത് കൊടുത്തേച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിച്ചു വയ്ക്കും. എന്തൊരു ടെമ്പർ ടാൻട്രമാണ് കൊച്ചു പിള്ളേർ പോലും. എൻ്റെ ഇഷ്ടം അത് പഠിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ സ്വീഡിഷ് ഗവൺമെൻറ് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത് കണ്ടില്ലേ? നിങ്ങൾ വായിച്ച് കാണുമായിരിക്കും. അവരാണ് ഈ കമ്പ്യൂട്ടറ് ഈ മൊബൈലിലുള്ള ഈ ആവശ്യമില്ലാത്ത എന്തോന്ന് പിള്ളേരിൽ കൊണ്ടു കൊടുക്കുന്ന ഈ കാർട്ടൂൺസ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം സ്കൂളുകളിൽ നിന്ന് മാറ്റുകയാണ്. They are the first government that is doing these things which are spoiling the brain of the small children. എല്ലാം തികഞ്ഞ് ആരെ മനുഷ്യൻ പിള്ളേർക്ക് കൊച്ചു പിള്ളേർ അപ്പനെയും അമ്മയും വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് അല്ലെങ്കിൽ വേറെ തരത്തിൽ കൊല്ലും. അതല്ലെങ്കിൽ എത്ര അമ്മമാർ എന്നെ വിളിച്ച് പറയുന്നു,
മക്കൾ ഡ്രഗ്സ് എടുക്കും, കാശ് കൊടുത്തില്ല, ഇപ്പം വന്ന് പേടിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും കുട്ടി, എന്ത് പേടിക്കാൻ, ദൈവം അറിയാമൊന്നും വരത്തില്ല, നിനക്കൊരു ധൈര്യമുണ്ടോ, ഉള്ളിൽ ആത്മാവ് പൊങ്ങണം എന്ന് പറയും. ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് സമാധാനം കിട്ടിയെന്ന് പറയും. ഒരാൾ പറയുമ്പോൾ കർത്താവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച്, വളരെ ചെറുപ്പക്കാരി ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിക്ക് 6 മാസമേ ഉള്ളൂ പ്രായം കൊച്ചിന്. അതെന്നെ വിളിച്ചു വെച്ച് ഭർത്താവ് എന്നെ കയറ്റത്തില്ല, അവർക്ക് സൗകര്യമുണ്ട്, അമ്മായിമ്മയും ഭർത്താവും കൂടെ ചേർന്ന് എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. രാത്രി 10:30 ആകുമ്പോഴാണ് വിളിക്കുന്നത്. എൻ്റെ പ്രയാസം നമ്മൾ അല്ലാതെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു, എന്ത് കുട്ടി നിനക്കെന്താ ധൈര്യമില്ല, എന്നെ അവിടെ കയറ്റത്തില്ല. ശരിയല്ലേ, കയറ്റത്തില്ല, എന്തെടുക്കും? 6 മാസമുള്ളൊരു കുട്ടിയെ കൊണ്ട് ഈ കുഞ്ഞ് ഇവിടോട്ട് പോകണം. പ്രയാസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നീ അവിടെ ഉറച്ച് നിൽക്കുക, നീ അവിടെ വീട്ടിലല്ല ഇപ്പോൾ പോകുന്നില്ലെങ്കിൽ പോകണ്ട, പക്ഷെ നീ ആദ്യമേ നീ ദൈവത്തെ കണ്ടിട്ട് ഉറപ്പിക്കുക, നിന്നെ തന്നെ ഉറപ്പിച്ചിട്ട് ആ ഭർത്താവിനും അമ്മായിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവ് അവരുടെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കും. നീ സമാധാനമായിട്ടിരിക്കുക കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ബലം വന്നു. ഒരു വാക്യമാണ്, അല്ലെ ഒരു ഉപദേശമായിരിക്കും. അങ്ങനെ എത്ര പേരാണ് ചില സന്ദർഭങ്ങളിൽ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ്? അന്തരാത്മാവിൻ്റെ തീ കത്തിക്കാൻ അറിയാൻ വയ്യാതെ ചുമ്മാതെ കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട് ഒരു കാര്യമില്ല. അവരുടെ ഉള്ളിലെ അന്തരാത്മാവ് മനസ്സിലാക്കണം, ആ പറയുന്നത് ആധികാരികമായിട്ട് ദൈവശക്തിയിലാണ് പറയുന്നതെങ്കിൽ അത് നടക്കുമെന്നുള്ള വിശ്വാസം കേൾക്കുന്നവർക്കുണ്ടാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മ നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? അതാണ് ദൈവം ചോദിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഒരിക്കലും അവനവൻ്റെ ഉപദേശം കൊടുക്കൂല. വി വിൽ ടോക്ക് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്ത് നമ്മളോട് പറയുന്നു അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് നടന്നിരിക്കും. അല്ലെങ്കിൽ യോശുവ പറഞ്ഞില്ലേ, സൂര്യനെ നീ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നിന്നല്ലോ. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറയാതെ വെള്ളം വരത്തില്ലെന്ന് പറയും, മഴ പെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. മഴ പെയ്ത് പഴയ നിയമത്തിലെ ആളുകൾ അതിലെത്രയോ ഉപരിയായിട്ട് അധികാരമുള്ളവരാണ് നമ്മൾ, അറിയുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള ഭാവം നമ്മൾ 7-70 വട്ടം ക്ഷമിക്കണം. കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? കർത്താവ് 7-70, അതായത് അസംഖ്യങ്ങളായ ക്രിസ്തു എന്നും നമ്മളോട് ക്ഷമിക്കുകയല്ലേ. എന്തെല്ലാം ഞാൻ നിന്നെ ഫോളോ ചെയ്തു, നാളെ നമ്മൾ യേശുവിന് തിരിച്ചു നിൽക്കും, പക്ഷേ ദൈവം പിന്നെ ഓടിച്ചെല്ലും. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവീൻ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവും പ്രസംഗം തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു, ദൈവരാജ്യം ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യം ഉണ്ടാകട്ടെ, ചുറ്റുപാടും സ്വർഗരാജ്യം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വചനങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഘനമേറിയതും പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, പ്രഷ്യസ് സ്റ്റോൺസ്, അത് അതിവിശുദ്ധമായ വജ്രങ്ങൾ, കല്ലുകൾ, അതൊക്കെ ഈ ആഴത്തിൽ കിടപ്പുണ്ട് കർത്താവേ. അതൊന്ന് പെറുക്കിയെടുത്തിട്ട് അതൊന്നൊരു വീട് പണിയാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ കച്ചിത്തുരുമ്പ് കൊണ്ടും പിന്നെ എന്നാ ചതൽ പിടിക്കുന്ന തടി കൊണ്ടുമൊക്കെ വീടുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ പറയുമ്പം നീ പറയുന്നു, അമ്മ എൻ്റെ അടുക്കലേക്ക് വരിക, ഈ വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട് ഞാനാകുന്ന മൂലക്കല്ലിൽ നീ പണിയാൻ തുടങ്ങുമ്പം അധിക വിശുദ്ധമായ കല്ലുകൾ കൊണ്ട് ഞാൻ നിനക്ക് വീട് പണിത് തരാൻ നീ പറയുന്ന കർത്താവേ. അങ്ങനെ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരാതെ ഈ ഉഴന്ന് നടക്കും 40 വർഷം ഇസ്രായേൽ ജനത മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടന്ന പോലെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി വെച്ച്. എന്നാൽ ഇന്നു മുതൽ ഞങ്ങളൊരു വാഗ്ദത്തം നിന്നോട് ചെയ്യുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 എല്ലാ ദിവസവും കുറേ നാൾ വായിക്കാൻ പോകുക കർത്താവേ. ഇതിൽ നിന്ന് ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കട്ടിയുള്ള ഭക്ഷണം ഇതിനകത്തുണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ. അത് ഭക്ഷിച്ചിട്ട് മറ്റുള്ളവർക്കും കൊടുക്കാൻ ഞങ്ങളും പുഷ്ടി വെച്ച് കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹ മക്കളാക്കി മാറ്റാൻ ഇടയാക്കണമേ. സ്വർഗരാജ്യം ചുറ്റുപാടും പണിതെടുക്കട്ടെ അപ്പച്ച. കാരണം ബിയാറ്റിറ്റ്യൂഡ് വായിക്കുമ്പോൾ നീ ഞങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പച്ചൻ എന്താണ് ആഗ്രഹിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലായ പിന്നെ ചെയ്യാൻ എളുപ്പമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അധിക പ്രസംഗമല്ല ഇവിടെ ആവശ്യം കർത്താവേ. നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, പഴയ നിയമത്തിൽ കല്ലിന്മേൽ വിരൽ കൊണ്ട് എഴുതിയെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അപ്പച്ചൻ്റെ രക്തം കൊണ്ട് എഴുതി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും തുടച്ചു മാറ്റാതെ അത് ഞങ്ങളുടെ തലമുറകളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളെ ഇടപെടുന്നവരുടെ മേൽ ഒക്കെ ഇന്ന് അങ്ങനെ സംഭവിക്കട്ടെ. അതിനൊരു അധികാരമുണ്ടല്ലോ, അപ്പച്ചൻ എഴുതിയാൽ എഴുതിയത് അതല്ലേ. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയതാണ്. അയാൾക്ക് പറയാമെങ്കിൽ പിന്നെ കർത്താവ് എത്ര എഴുതിയാൽ അപ്പച്ചൻ എഴുതിയത് എഴുതി തന്നെ. അപ്പച്ചൻ എഴുതിയിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.